പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കവി സൈനു പള്ളിത്താഴത്ത്. ഇന്നിപ്പോൾ ഒരു വീഡിയോ പ്രേം നസീർ സാറിനെ കുറിച്ചിട്ട് എന്താ പറയുക, അങ്ങനെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു ഇതിഹാസത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഒരു ഇതിഹാസം എന്ന മഹാമേരുവിൻ്റെ മുകളിൽ നിന്ന് എന്നോട് ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതൊരു വല്ലാത്തൊരു ഭാവനയാണ് എൻ്റെ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ എളിയ ഞാനും ആ മഹാമനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഏടിൻ്റെ 2 വരികളിൽ ഒതുങ്ങി നിൽക്കാൻ പ്രാപ്തനാണ്, അർഹനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പ്രേം നസീർ സാറ് ചെറുപ്പം മുതലേ എൻ്റെ വലിയ വികാരമാണ്. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്താണ് ലൈല മജ്നു എന്ന ഒരു സിനിമ ചാലിശ്ശേരി ദേവി ടാക്കീസിൽ റിലീസ് ചെയ്തത്. അന്ന് സിനിമയെക്കുറിച്ച് ഒരു അന്തം കുന്തില്ലാത്ത ഞാനും എന്നെയും എല്ലാവരും കൂടിയിട്ട് സിനിമ കാണാൻ പോയപ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി പോയപ്പോൾ ഞാനും ആ സിനിമ കണ്ടു. ബട്ട് ആ സിനിമ ആ 8ാമത്തെ വയസ്സിൽ തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതിലൊരു പാട്ടുണ്ട്, ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിൽ എഴുതുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതെ ആരും കരയരുതേ. ആ ഒരു പാട്ട് അതൊന്നും എൻ്റെ മനസ്സിൽ, ഞാൻ ഒരു ഫേസ്ബുക്കിൽ അത് പാടിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സീനായിരുന്നു ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത്. അദ്ദേഹം ഒരു അഭിനയ ചക്രവർത്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും കൂടിയിട്ട് ഈ റൊമാൻസ് റോളുകളിൽ മാത്രം ഇട്ടിട്ട് അദ്ദേഹത്തിലുണ്ടായിരുന്ന ആ അഭിനയ കലയെ, ആ മഹത്തായ അഭിനയ ആ ഒരു എന്താ പറയുക കഴിവിനെ ഇല്ലാതാക്കിയെന്നൊക്കെ ഞാൻ പറയുള്ളൂ. കമ്പയർ ചെയ്യാൻ ഇവിടെയുള്ള എല്ലാ നടന്മാരെക്കാളും മുകളിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളൊരു നടനാണ് പ്രേം നസീർ. ഇരുട്ടിൻ്റെ ആത്മാവ് MT സാറിൻ്റെ നോവല് സിനിമയൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ സത്യം. അതിലപ്പുറം ഈ ചെറുപ്പം മുതൽ അന്ന് മുതൽ ആ സിനിമ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു ദേവി ടാക്സിൽ. പിന്നെ വീണ്ടും ആ സിനിമ ഞാൻ കുറച്ച് വളർന്നപ്പോൾ ഒരു 10-16 വയസ്സായപ്പോൾ പിന്നെയും വന്നു, അതും 2-3 പ്രാവശ്യം കണ്ടു. അപ്പോഴത്തേനും എൻ്റെ വീഡിയോ വന്നു, അതിട്ട് കണ്ടു. അങ്ങനെ ആ സിനിമ എനിക്കൊരു ഹരമായിരുന്നു, ഈ ലൈല മജ്നു. അപ്പം ഞാൻ ആ ലൈല മജ്നുവിൻ്റെ യഥാർത്ഥ ബുക്ക്, ഈ പേർഷ്യൻ കവി എഴുതിയ നിസാമി എഴുതിയ ബുക്ക് എടുത്ത് കൊണ്ടുവന്നു. അത് വായിച്ചു, വീണ്ടും വായിച്ചു. എന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതാവും എന്തായാലും. അപ്പോൾ ഈ സംഭവം പറയുമ്പോൾ പ്രേം നസീറിനെ കുറിച്ച് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് ബൈജു ടാക്കീസ് എന്ന് പറഞ്ഞ ടാക്കീസ് എല്ലാവരും ചെറിയ തിയേറ്ററാണ്, മിനി തിയേറ്ററാണ്, കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒന്നാണ്. പ്രേം നസീറും ശാരദയും ആയിരുന്നു അവിടെ വന്നിരുന്നത്. ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ഈശ്വര, ഒരു 12 മണിയാകുമ്പോഴത്തേന് ജനമഹാസമുദ്രമായിരുന്നു അവിടെ. ഒന്ന് മുന്നിൽ ചെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെട്ട് ആ ഗേറ്റിൻ്റെ മുന്നിൽ ചെന്ന് തിക്കും തിരക്കും ഇടിയും തല്ലൊക്കെ കൊണ്ടുവന്നതിന് മുന്നിൽ നിന്നു അദ്ദേഹം ആ ബാൽക്കണിയിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും ഒരു എന്താ പറയുക ടാറ്റ കൊടുത്തു. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ബൈജു ടാക്കി അന്നാണ് പ്രേം നസീറിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത്തരം ത്യാഗോജ്വലമായൊരു കാണലായിരുന്നു അത്. കാരണം അങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊരു 1/2-3 മണിക്കൂർ മെനക്കെട്ടിട്ടാണ് അതിൻ്റെ ആ ഗേറ്റിൻ്റെ മുന്നിലെത്തിയത്. ഗേറ്റ് പൂട്ടിയിരുന്നു, ബാൽക്കണിയിരുന്നു. മനോഹരമായി അദ്ദേഹം എല്ലാവർക്കും ടാറ്റ കൊടുത്തു. അതൊരു വലിയ വികാരമായിരുന്നു. ആ പ്രേം നസീർ ആ തിയേറ്ററിൽ എൻ്റെ സിനിമയും കളിച്ചിട്ടുണ്ട്. ഞാൻ തിരക്കഥാ സംഭാഷണം, ഗാനങ്ങൾ സംവിധാനം എഴുതി ഡയറക്റ്റ് ചെയ്ത ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ എന്നുള്ള പടം ഒരാഴ്ച ആ തിയേറ്ററിലും കളിച്ചു. ഒരാഴ്ചയിൽ കൂടുതൽ കളിച്ചു. അപ്പോൾ അതിൽ എനിക്ക് അന്ന് ആ തിയേറ്ററിൽ നിന്ന് ലാഭം ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ നിന്ന് കളിച്ചപ്പോൾ എൻ്റെ നാടായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ അവിടെ കയറിയിരിക്കാം. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ കുവൈറ്റിലേക്ക് പോയി. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് പ്രേം നസീറിനെ ഡയറക്റ്റ് കാണുക മാത്രമല്ല, പ്രേം നസീറിൻ്റെ കൂടെ ഒരു 2 ദിവസം, ഒരു 10 മണി മുതൽ പിറ്റത്തെ ദിവസം, അതിൻ്റെ പിറ്റത്തെ ദിവസം പിറ്റന്നാൾ കാലത്ത് 10 മണി വരെ താമസിക്കുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്, ഒരു മഹാസംഭവം. അതിന് കാരണക്കാരൻ നമ്മുടെ മരിച്ചുപോയ
നമ്മുടെ ഈ അറ്റ്ലസ് ജ്വല്ലറി ഓണറായിരുന്നു രാമചന്ദ്രൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സായിരുന്നു. പിന്നീട് ഞങ്ങൾ പിണങ്ങി. അതിൻ്റെ കാരണം എൻ്റെ കാരണം കൊണ്ടല്ല, അതൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ എനിക്കത് കാണാൻ പറ്റാതെ കണ്ടാൽ ഞാൻ ആരായാലും അപ്പം ഞാൻ ചീത്ത പറയാൻ ഞാൻ ഒഴിവായി പോകും. അല്ല ഇനി ഞാൻ പണം ഉണ്ടാക്കാനോ പണം കിട്ടാനോ അവരുടെ ഇത് കിട്ടാനൊന്നും ഞാൻ ക്ഷമിക്കാറില്ല. അപ്പോൾ ഒരു വെട്ട് രണ്ട് കഷ്ണമാണ് എൻ്റെ സ്വഭാവം. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് താനും. അങ്ങനെ അന്ന് ആ മഹാനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. ദൈവമേ, ഈ പ്രേം നസീറാണല്ലോ ഈ പറയണത്. ആകെ ബേജാറായിട്ട് ഞാൻ ചോദിച്ചു, സാറെന്താ ഈ പറയുന്നത്? അല്ല സൈനു, തനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. ആ നാവ് പൊന്നായി. ഞാൻ പിന്നീട് ഡയറക്ടറായി. ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് നോവലുകളും ചെറുകഥകളും തിരക്കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ വലിയൊരു സിനിമ ഒരു കഥ മോഷ്ടിച്ചിട്ടാണ് ഭരതൻ എന്ന് പറഞ്ഞ സിനിമ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം എന്നാലും ഈ പ്രേം നസീർ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ അന്ന് 2 ദിവസം ഒരുമിച്ച് താമസിച്ചു എന്ന ആ മഹാ അത്ഭുതം, ആ അത്ഭുതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആ മനുഷ്യൻ്റെ എളിമത്വമാണ്. ഇത്രയും വലിയ, അതായത് അന്നത്തെ കാലത്തൊക്കെ മുമ്പിൽ താരപദവിയുടെ ഏറ്റവും അത്യുന്നത സിംഹത്തിലിരിക്കുന്ന മനുഷ്യനല്ലേ, ആ മനുഷ്യൻ ഇത്രയും എളിമയോട് കൂടിയിട്ട് ഒരു നെയ്യപ്പം കൊണ്ടുവന്നാൽ സൈനു കഴിക്കൂ എന്ന് പറയും, ഒരു അട കൊണ്ടുവന്നാൽ കഴിക്കുമെന്ന് പറയും. അങ്ങനെ കുറേ പലഹാരങ്ങൾ കൊണ്ടാൽ കുറേ ആരാധകരുടെ മുമ്പിലേക്ക്. അങ്ങനത്തെ മനുഷ്യന്മാരെല്ലാം നമ്മളെ കഴിപ്പിച്ചു. നമ്മൾ സംസാരിച്ചു, സിനിമയെക്കുറിച്ച് സംസാരിച്ചു, പലതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനത്തെ ഒരു അത്ഭുതകരമായ 2 ദിവസം. അപ്പോൾ ആ ഒരു വാക്കായിരിക്കാം പിന്നീട് ബൈജു തിയേറ്ററിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ബൈജു തിയേറ്ററിൽ തന്നെ എൻ്റെ സിനിമ കളിക്കുകയും ചെയ്തത്. ഒരു നിമിത്തം, ഒരു ചരിത്രത്തിൻ്റെ ഇടയിൽ ഒരു വരി ഇത് എഴുതാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ പ്രിയപ്പെട്ട കവി സൈനു പള്ളിത്താൻ. താങ്ക് യു.